മാത്സ് എക്സാം ഫിയർ. നമുക്കറിയാം കുറേ കുട്ടികൾ മാത്സിൽ നല്ല പേടിച്ചിട്ടാണ് നോക്കിക്കാണുന്നത്. മാത്സ് എന്ന് പറഞ്ഞ വിഷയത്തെ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ അയ്യോ ഇത് എനിക്കൊന്നും പറ്റില്ല, എനിക്ക് പറ്റുന്ന ഒരു വിഷയമല്ല മാത്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം. നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ? മാത്സ് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ടീച്ചറുടെ ക്ലാസ് കേട്ട് അതേപോലെ എടുത്തു വെച്ചു എന്നല്ലാതെ നമ്മൾ എന്തെങ്കിലും നോക്കിയോ? പഠിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്നേ വരെ? ഇല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ ചെയ്തേ പറ്റൂ. ഫസ്റ്റ് ടിപ്പ്, ആദ്യത്തെ ടിപ്പ്, ഈ ടിപ്സ് നിങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ടിപ്പ് എന്താണ്? പ്രാക്ടീസ് എവറി ഡേ. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്പോർട്സ് പോലെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, പ്രാക്ടീസും ചെയ്യണം. ഒരു എക്സാമ്പിൾ, സൈക്കിൾ ചവിട്ടാൻ ഞാൻ ഓക്കെ ആയി പഠിച്ചു കഴിഞ്ഞതാണ്. പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ ഞാൻ സൈക്കിൾ ചവിട്ടാൻ തീരുമാനിച്ചു. എന്തുണ്ടാവും? എന്തായാലും വീഴും അല്ലെ? അപ്പൊ വീണു, എനിക്ക് ഇങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല, ഞാൻ പോവാണ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സൈക്കിള് ചവിട്ടാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നു. വീണ്ടും ഒരു ദിവസം എനിക്ക് എന്തായാലും നന്നായിട്ട് ചവിട്ടാൻ പറ്റും. ഇതേപോലെയാണ് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെനിക്ക് കിട്ടില്ല ഉറപ്പാണ് എന്നുള്ള രീതിയിൽ, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ അത് വിട്ട് കളഞ്ഞാൽ എക്സാമിന്റെ സമയത്തും എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു പ്രോബ്ലം ആയാലും നന്നായിട്ട് ചെയ്തു നോക്കി മിസ്റ്റേക്ക് വന്നാൽ അത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോവാം. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. ഒരു 5 പ്രോബ്ലം എങ്കിലും ഡെയിലി പഠിക്കാനായിട്ട് തീരുമാനിക്കാം. അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് ജസ്റ്റ് നമുക്ക് 2 രീതിയിൽ പഠിക്കാം. ഒന്ന്, ഒരു ഫോർമുല ആണെങ്കിൽ ആ ഫോർമുല നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അതല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രയാങ്കിളിന്റെ കേസ് തന്നെ. ട്രയാങ്കിളിന് എന്തുണ്ട്? ഒരു ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലെ? എന്തായിരുന്നു ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് ഞാൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കാതെ എന്താണ്? ഹൈറ്റ് ഉണ്ട്, ബേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ, ഇത് ബേസ് ആണ്, ഇത് ഹൈറ്റ് ആണ് എന്നുള്ള രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടും ഞാൻ പഠിച്ചു. ആ കോൺസെപ്റ്റ് മനസ്സിലെടുത്തിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടാവും. അതല്ല ബൈ ഹാർട്ട് ചെയ്തിട്ട് കോൺസെപ്റ്റ് ഒന്നും അറിയാതെ, നമ്മള് പിക്ചർ പോലും അറിയില്ല, ഒന്നുമില്ല, വെറുതെ ഞാൻ മനസ്സിലാക്കാതെ ഫോർമുല പഠിച്ചു വെച്ചു, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉറപ്പായിട്ട് അത് മറക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും ആ കോൺസെപ്റ്റ് എന്താണ്, എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഏതൊരു ഫോർമുലയും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് അല്ലെ? അപ്പൊ അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, A = ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതൊരു ഫോർമുലയാണ്. ഇതെവിടെ അപ്ലൈ ചെയ്യാറ്? നമ്മള് ഏരിയ കാണുമ്പോ അല്ലെ? അതേപോലെ C = 2πr. 2πr എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം, സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ളതാണ്. ഇതൊന്നും UP ഇല്ലെങ്കിലും ഹൈസ്കൂളിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലാസ് ആണ്. സെപ്പറേറ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് റിവേഴ്സ് ചെയ്യാം. ഡെയിലി ഒന്ന് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. നമ്മൾ പഠിക്കേണ്ട എല്ലാ ഫോർമുലാസും എല്ലാ കോൺസെപ്റ്റും ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ആവും. ബൈ ഹാർട്ട് പഠിക്കരുത് എന്നുള്ളതും കൂടി ഓർത്തെടുക്കും. സോൾവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. 1 + 1 എന്താണ്? 2 ആണ്. അപ്പൊ എന്താ പറയുക? 1 + 3 = 4. നമ്മളെ തന്നെ പഠിപ്പിക്കാം. അടുത്ത ലെവലിലേക്ക് ഇപ്പം 23 + 14 എന്താ വരും? 7 3 37. ഇങ്ങനെ ലെവലുകൾ കൂട്ടി കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും എന്തല്ല, അത് ബേർഡൻ ആയിട്ട് വരില്ല, ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈസി ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. സ്റ്റാർട്ട് വിത്ത് ഈസിയസ്റ്റ് പ്രോബ്ലം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും ഈസിയസ്റ്റ് പ്രോബ്ലംസിലൂടെ പഠിക്കുക. അതിന് ഈസി ആക്കിയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് പിക്ചറൈസ് ചെയ്യാതെ ആൻസർ അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമുക്കത് ഓർത്തു എന്നൊന്നും വരില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്തേ? ഏരിയ എങ്ങനെ കാണാം? ബേസ് ഹൈറ്റും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഹാഫ് ഇൻറ്റു
ബേസ് ഇൻറ്റു എച്ച് ചെയ്യുമ്പോഴാണ് ഏരിയ കാണുക അല്ലെ, ഏരിയ. ഓക്കെ ഓക്കെ. അപ്പൊ ബൈഹാർട്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് കിട്ടിയെന്നൊന്നും വരില്ല. അതല്ല, പിക്ചറൈസ് ചെയ്ത് ഞാൻ അത് വരച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മറക്കില്ല. അതുപോലെ തന്നെയാണ് ഏതൊരു കേസും. റീഡ് ദി ക്വസ്റ്റ്യൻ ട്വൈസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല ക്വസ്റ്റ്യൻസും എക്സാമിന് വരും. അപ്പൊ ഇതൊരു 2 തവണ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വായിക്കണം അല്ലെ. ഏതൊരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്, ഒരു 2 ടൈംസ് വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഈസിയാണ്, ഈ രീതിയിൽ ചെയ്യാം. പിന്നെ വായിക്കുമ്പോൾ തോന്നും ഇങ്ങനൊരു ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു അല്ലേ. ആദ്യം വായിച്ചപ്പോഴേക്കും അത് തോന്നിയില്ല, പിന്നെ തോന്നുമ്പോൾ എനിക്ക് ഇങ്ങനെ. ഇപ്പോൾ 2 തവണ വായിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അപ്പൊ ഏതൊരു കാര്യം ഒരു 2 ടൈംസ് വായിക്കാനായിട്ട് തയ്യാറാവുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് തെറ്റ് വരുമോ? മിസ്റ്റേക്സ് വരില്ല. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ അറിയാതെ അങ്ങ് ലാസ്റ്റ് സ്റ്റെപ്പിൽ മിസ്റ്റേക്ക് വന്നു. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല്ലേ? മാർക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പല്ലേ നിങ്ങളുടെ മിസ്റ്റേക്ക് വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗത്തിനുള്ള മാർക്ക് അവിടെ കിട്ടും. ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ഹാഫ് മാർക്കേ പോവുള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പിലെ മിസ്റ്റേക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുവരെ ചെയ്തതിനുള്ള മാർക്ക് നിങ്ങൾക്ക് വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റഫ് വർക്ക് ഇവിടെ പേപ്പറിൽ ചെയ്തിട്ടുണ്ടാവണം. അതിനുവേണ്ടി സ്പേസ് മാറ്റി വെച്ചിരിക്കണം. അടുത്തത്, ഡോണ്ട് പാനിക് ഇഫ് വൺ ക്വസ്റ്റ്യൻ ഈസ് ഡിഫിക്കൽട്ട്. ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ആയി എന്ന് വെച്ചിട്ട് മറ്റെല്ലാ ക്വസ്റ്റ്യനും അതേപോലെ ഡിഫിക്കൽട്ടി ആവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങ് ഡിഫിക്കൽട്ടി ആയി ഓക്കെ എന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം ഡിഫിക്കൽട്ടി എന്നാണോ അർത്ഥം? അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ ചെയ്യും. 2ാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്, 3ാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്, 4ാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ഈസി അല്ല, 6ാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്. അപ്പൊ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി? 4 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. അതും നമുക്ക് ഈസി ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ്. ചെയ്തുവല്ലോ. നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു 1ഉം പിന്നെ 5ഉം. അപ്പൊ 1ലാണോ 5 ആണോ കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ പറ്റുന്നത്? അതിലെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. എല്ലാ ടോപ്പിക്കും എല്ലാ കോൺസെപ്റ്റും അറിഞ്ഞില്ലെങ്കിലും അതിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്നുണ്ടാവും. ഇപ്പൊ ABCയില് A എനിക്ക് അറിയില്ല, B അറിയാം. അപ്പൊ B എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും Aയും Bയും Cയും ഒന്ന് ചെയ്തു നോക്കുക. ചിലപ്പോൾ എന്താവും, ശരിയായി എന്നും വരും. നമ്മളേതായിട്ടുള്ള രീതിയിൽ ചെയ്തു നോക്കാം. ഒപ്പം തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരിക്കാം? ചിലപ്പോൾ 1 ആയിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 20 മാർക്ക് ഉറപ്പായി. ഇത്രയും ചെയ്ത് 20 മാർക്ക് കിട്ടി, 20ന് മുകളിലേക്ക് കിട്ടോ ഇല്ലേ എന്നുള്ളതിലല്ല, ഇത്രയും നമ്മൾ ചെയ്തു അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തന്നെ നിന്ന് ഇതൊന്നും ചെയ്യാൻ കിട്ടുന്നില്ല, ഇനിയുള്ളതൊന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു സിറ്റുവേഷനിലേക്ക് 20 കിട്ടി, അതേപോലെ ഞാൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് 20ഉം എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടിയെന്ന് വരില്ലായിരുന്നു. ഇതേപോലെയാണ് മാത്സിലെ ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഈസി അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈസി ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യണം, പിന്നെയാണ് അടുത്തത്. അപ്പൊ എല്ലാം ഈസി ആവട്ടെ. ഇതേ ടിപ്സുകളൊക്കെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എന്താവട്ടെ, ഈസി ആവട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.